വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ തേർഡ് സെമസ്റ്ററായി, അതായത് സെക്കൻഡ് ഇയർ. ഇപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ആയിരുന്നു, അതായത് തേർഡ് സെമസ്റ്ററിൽ ഫസ്റ്റ് ഡേ ഓഫ് ക്ലിനിക്കൽ പോസ്റ്റിംഗ്. ഇന്ന് എൻ്റെ പോസ്റ്റിംഗ് CCUലായിരുന്നു. ഇറ്റ് വാസ് നൈസ്. ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പ് മാറ്റി വെച്ചാൽ ഇറ്റ് വാസ് നൈസ്. അപ്പോൾ ഞാൻ എൻ്റെ തേർഡ് സെമസ്റ്ററിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരാം. അപ്പോൾ തേർഡ് സെമസ്റ്റർ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഫാർമക്കോളജി, പത്തോളജി, മൈക്രോബയോളജി, പിന്നെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് അഥവാ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സബ്ജക്ട്സ്. നമ്മൾ ഫാർമക്കോളജിയിൽ പഠിക്കുന്നത് മെഡിസിൻസിനെ പറ്റിയാണ്. പത്തോളജിയിൽ നമ്മൾ പഠിക്കുന്നത് പത്തോജെനസിസ്, ഒരു അസുഖം എങ്ങനെ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാവുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ മൈക്രോബയോളജിയിൽ മെയിൻലി ബാക്ടീരിയ, വൈറസ്, ഈ മൈക്രോബ്സിനെയൊക്കെ പറ്റി. പിന്നെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് അഥവാ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, അതിൽ നമ്മൾ പഠിക്കുന്നത് ഓരോ കണ്ടീഷൻസും അതിൻ്റെ മാനേജ്മെൻറ്റും കുറച്ച് ഇൻഡെപ്ത് ആയിട്ട്. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ സെക്കൻഡ് സെമസ്റ്ററിലും ഒക്കെ പഠിച്ച പോലെ ഉള്ള നഴ്സിംഗ് ഫൗണ്ടേഷൻ അല്ല, കുറച്ചും കൂടി ഡെപ്തും കുറച്ചും കൂടി ടഫായിട്ടുമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സബ്ജക്ട്സ്. പിന്നെ കഴിഞ്ഞ 2 സെമസ്റ്ററിൽ നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത് വാർഡിൽ മാത്രമായിരുന്നു, അതായത് മെഡിസിൻ വാർഡിൽ മാത്രം. പക്ഷേ ഈ വട്ടം നമുക്ക് പോസ്റ്റിംഗ് ഉള്ളത് CCUലുണ്ട്, പിന്നെ MICUലുണ്ട്, കാഷ്വാലിറ്റിയിലുണ്ട്, OTയിലുണ്ട്, പിന്നെ അല്ലാത്ത വാർഡുകളിലെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ബ്ലഡ് ബാങ്കിലും. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ വട്ടം പോസ്റ്റിംഗ് ഉള്ളത്. അപ്പോൾ ഐ തിങ്ക് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും ഒക്കെ കുറച്ച് സ്മൂത്തായിട്ടാണ് എല്ലാം പോയത്. ബട്ട് ഇത്രയും ദിവസം ക്ലാസ്സിന് പോയേക്കൊരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് എളുപ്പമാവുമെന്ന്. അപ്പം എന്തായാലും നോക്കാം, ഒരു ഫ്ലോയിൽ അങ്ങ് പോയാൽ ശരിയാവും തോന്നുന്നു. പക്ഷെ എങ്കിലും ഇത്രയും ദിവസം ക്ലാസ്സിൽ പോയതിൽ എനിക്ക് വലിയ സുഖമായിട്ടൊന്നും തോന്നില്ല. പ്രത്യേകിച്ച് ഫാർമക്കോളജിയും പത്തോളജിയും അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. കുഴപ്പമില്ല, പഠിച്ചാൽ എല്ലാവർക്കും ശരിയായിരിക്കും. പഠിക്കുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ വരണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ കുറച്ച് ലേറ്റായി. ഞാൻ യൂണിഫോം ഇട്ടു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് മുടി കെട്ടലാണ്. എനിക്ക് അല്ലെങ്കിൽ മുടി കെട്ടാൻ ഭയങ്കര പാടാണ്. മുടിക്ക് നീളം ഉണ്ടായിരുന്നപ്പോഴും പാടാണ്. ഇപ്പോൾ ഞാൻ മുടി ഷോർട്ടാക്കിയപ്പോൾ അതിലും പാടാണ്. ഞാൻ മുടി ഷോർട്ടാക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് പോസ്റ്റിങ്ങിന് പോകുന്നത്. അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. ഞാനിങ്ങനെ ചുരുട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഹെയർ പുട്ടപ്പ് മസ്റ്റാണ്. ആരോ എന്നോട് ഹെയർ പുട്ടപ്പ് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ കമൻറ്റ് ഇട്ടേക്കുന്നത്. സത്യത്തിൽ എനിക്ക് പരിപാടി അറിയത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇങ്ങനെ വെക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഓരോ മുടിയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങും. ലാസ്റ്റ് ഫുള്ള് കുളമാവും. പിന്നെ ഒന്നും കൂടെ കെട്ടേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. പോസ്റ്റിങ്ങിന് പോകുമ്പോൾ പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ പേന, പെൻസിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടൊരു പൗച്ച്, പിന്നെ നമ്മുടെ ഒരു ബുക്ക്, ഒരു ചെറിയ ബുക്ക്, പിന്നെ വാട്ടർ ബോട്ടിൽ. വെള്ളം വേണമെങ്കിൽ നമ്മൾ കൊണ്ടുപോകണം. അവിടെ ആരും നമുക്ക് വെള്ളം തരില്ല. ഇതാണ് കാത്ത് ലാബും CCUവും. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, പുറത്തിടുന്ന ചെരുപ്പ് ഇവിടെ ഇട്ടുകൂടാ. ഒരു എക്സ്ട്രാ സ്ലിപ്പേഴ്സ് എടുക്കാൻ അന്നേ നമ്മുടെ മേഡം നമ്മളോട് പറഞ്ഞതാണ്. എക്സ്പീരിയൻസ് പറയാം. തണുപ്പൊഴിച്ച് ബാക്കി എല്ലാം കൊള്ളാം. ഉറക്കെ പറഞ്ഞേ. തണുപ്പൊഴിച്ച് ബാക്കി എല്ലാം കൊള്ളാം. ഇതാണ് നമ്മുടെ ടീംമേറ്റ്സ്. അശ്വിനി, പറ, പേര് പറ എല്ലാവരും. അശ്വിനി, CCU കൊള്ളാം, കുഴപ്പമില്ല. തണുപ്പാ ഭയങ്കര. എല്ലാവരും തണുത്ത് വിറയ്ക്കണം. ഇതാണ് നമ്മുടെ CCU ചപ്പൽ. പിന്നെ കുറേ നേരം ഇങ്ങനെ നിന്ന് കാല് കഴിച്ചപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ വന്നിരുന്നു.
ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളോട് കാത്ത് ലാബിൽ കയറാൻ പറഞ്ഞു. 2 പേര് വെച്ച്. കാത്ത് ലാബിലാണ് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്യുന്നത്. ഇതൊരു എക്സ്റേ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആണ്. ഇത് നമ്മുടെ റേഡിയേഷനായിട്ടുള്ള എക്സ്പോഷർ മിനിമൈസ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷനൊന്നുമല്ല. ഗൈസ്, ഇന്നത്തെ നമ്മുടെ പോസ്റ്റിംഗ് കഴിഞ്ഞ്. പോസ്റ്റിംഗ് 1 മണി വരെ ഉള്ളായിരുന്നു. ഇനി 2 മണി തൊട്ട് 4 മണി വരെ നമുക്ക് ക്ലാസ്സാണ്. ഇനി അടുത്ത അഡൽട്ട് ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ ക്ലാസ്. ഇന്നൊക്കെ അത്രേ ഉള്ളൂ. ബാക്കി വീഡിയോസൊക്കെ പിന്നെ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാം. ടാറ്റ പറയാം ജാസിയ.